ഹായ്, ഞാൻ സുനിൽകുമാർ പട്ടുവക്കാരൻ. ഇന്ന് GSTയിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇത് പാർട്ട് 6 ആണ്. ഇതിനു മുമ്പേയുള്ള 5 പാർട്ടും നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം എല്ലാം കണ്ടിന്യൂഷനാണ്. കാണാത്തവർ കാണുക. നോക്കുക, എന്താണ് പാർട്ട് 6ൽ? വാല്യൂ ഓഫ് സപ്ലൈ. വാല്യൂ ഓഫ് സപ്ലൈ എന്താണ്? വാല്യൂ ഓഫ് സപ്ലൈ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? എമൗണ്ട് പെയ്ഡ് ബൈ ദ റിസിപ്പിയന്റ് ഓഫ് സപ്ലൈ ടു ദ സപ്ലയർ ഇൻ കൺസിഡറേഷൻ ഫോർ സപ്ലൈ. എന്താണ്? ഒന്നുകൂടി നോക്കുക. എമൗണ്ട് പെയ്ഡ് ബൈ ദ റിസിപ്പിയന്റ് ഓഫ് സപ്ലൈ. റിസിപ്പിയന്റ് ഓഫ് സപ്ലൈ ആർക്ക്? ടു ദ സപ്ലയർ ഇൻ കൺസിഡറേഷൻ ഫോർ സപ്ലൈ. ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ, സപ്ലൈ നടക്കുമ്പോൾ റിസിപ്പിയന്റ് സപ്ലയർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെയാണ് ലളിതമായ ഭാഷയിൽ എന്ന് പറയുന്നത് വാല്യൂ സപ്ലൈ എന്ന് പറയുന്നത്. ലളിതമായ ഭാഷയിൽ വാല്യൂ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് റിസീവ് ചെയ്ത ആൾ, സപ്ലൈ റിസീവ് ചെയ്ത ആള് സപ്ലയർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെയാണ് എന്ന് പറയുന്നത് വാല്യൂ സപ്ലൈ. ഇനി ആ വാല്യൂ സപ്ലൈയിൽ 2 കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിരിക്കണം. എന്താണ് ആ 2 കാര്യങ്ങൾ? ഒന്ന്, സപ്ലയർ ആൻഡ് റിസിപ്പിയന്റ് ആർ നോട്ട് റിലേറ്റഡ്. ഈ സാധനം സപ്ലൈ ചെയ്ത ആളും റിസിപ്പിയന്റും റിലേറ്റഡ് പാർട്ടി ആവാൻ പാടില്ല. സാധനം സപ്ലൈ ചെയ്ത ആളും റിസീവ് ചെയ്ത ആളും എന്താവാൻ പാടില്ല? റിലേറ്റഡ് പാർട്ടി ആവാൻ പാടില്ല. സെക്കൻഡ് പോയിന്റ് എന്താ? പ്രൈസ് ഹാസ് സോൾ കൺസിഡറേഷൻ. അതിനുള്ള പ്രതിഫലം എന്തായിരിക്കണം? പ്രൈസ് ആയിരിക്കണം. പ്രൈസ് ഹാസ് സോൾ കൺസിഡറേഷൻ. ഈ 2 പോയിന്റ് കൂടി നമ്മുടെ വാല്യൂ സപ്ലൈ പഠിക്കുന്ന സമയത്ത് പഠിക്കാറുണ്ട്. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണ് വാല്യൂ സപ്ലൈ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, അതായത് ഈ 2ഉം ആപ്ലിക്കബിൾ ആകുന്നില്ലെങ്കിൽ, സപ്ലയറും റിസിപ്പിയന്റും റിലേറ്റഡ് പാർട്ടിയായിട്ട് സപ്ലൈ നടക്കാറ് ചിലപ്പോഴും അപൂർവമായ കേസുകൾ എന്താവാം? സപ്ലയറും റിസിപ്പിയന്റും റിലേറ്റഡ് പാർട്ടി ആവാം. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ സപ്ലൈ റൂൾ അല്ല. അത് റെയറായ കേസായതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നില്ല. ഇവിടെ കോമൺ ആയിട്ടുള്ള റൂളാണ് ഞാൻ പറയുന്നത്. അത് വേറെ പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ വാല്യൂ സപ്ലൈ നടക്കുന്ന സമയത്ത് ഇത് 2 ശ്രദ്ധിക്കണം. എന്തായിരിക്കണം? സപ്ലൈ ചെയ്യുന്ന ആളും റിസീവ് ചെയ്യുന്ന ആളും റിലേറ്റഡ് പാർട്ടി ആവാൻ പാടില്ല. പ്രൈസ് ഹാസ് ദ സോൾ കൺസിഡറേഷൻ. അതിനുള്ള പ്രതിഫലം മെയിൻ ആയിട്ട് എന്തായിരിക്കണം? പ്രൈസ് ആയിരിക്കണം. അപ്പോൾ വാല്യൂ സപ്ലൈ എന്താണെന്ന് പഠിച്ചു. അതിന്റെ മെയിൻ 2 കണ്ടന്റ് പഠിച്ചു. ഇനി ചില അവസരങ്ങളിൽ സപ്ലയർക്ക് ആ സപ്ലൈയുമായി ബന്ധപ്പെട്ട് ചില അഡീഷണൽ ചെലവുകളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരാം. അങ്ങനെയുള്ള ചിലത് ഈ ട്രാൻസാക്ഷൻ വാല്യൂയോട് കൂടണം. ഡിസ്കൗണ്ട് പോലുള്ള ചില കാര്യങ്ങൾ വരും. അതെന്ത് ചെയ്യണം? കുറയണം. ഇനി ഏതെല്ലാണ് ട്രാൻസാക്ഷൻ വാല്യൂയോട് കൂടേണ്ടത്? സപ്ലയർ ഏതെല്ലാം കാര്യങ്ങളാണ് ട്രാൻസാക്ഷൻ വാല്യൂയോട് കൂട്ടേണ്ടത്, ഏതെല്ലാമാണ് കുറയ്ക്കേണ്ടത് എന്ന് ഇവിടെ വിശദമായി പറയുന്നത് നോക്കുക. റൂൾ ഇവിടെ പറയുന്നു. ഏതാണ് സെക്ഷൻ? സെക്ഷൻ 15(1) പ്രകാരം എങ്ങനെയാണ് വാല്യൂഷൻ റൂള്? ആദ്യം വാല്യൂ സപ്ലൈ. നമ്മൾ പറഞ്ഞു വാല്യൂ സപ്ലൈ എന്താണ്? റിസിപ്പിയന്റ് സപ്ലയർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെയാണ് ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ വാല്യൂ സപ്ലൈ. അങ്ങനെ ഒരു സാധനത്തിന് ആ സാധനത്തിന്റെ വാല്യൂ എഴുതുക, സപ്ലൈ ചെയ്യുന്ന സാധനത്തിന്റെ വാല്യൂ എഴുതുക. അതിനോട് ഏതെല്ലാം കൂടണം? എനി ടാക്സസ്, ഡ്യൂട്ടീസ്, സെസ്, ഫീസ് ആൻഡ് അതർ ചാർജസ്. GSTയിലല്ലാതെ ഏതെങ്കിലും ടാക്സസോ ഡ്യൂട്ടീസോ സെസ്സോ ഇവരുടെ കയ്യിൽ നിന്ന് അടക്കേണ്ടി വന്നു അത് റിസിപ്പിയന്റിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടതാണെങ്കിൽ ഏതിൽ പെടുത്തണം? ഈ വാല്യൂ സപ്ലൈയോട് കൂട്ടണം. GSTയിൽ പെടാത്ത ടാക്സസ് ആണ്. ഏതെങ്കിലും GSTയിൽ പെടാത്ത ടാക്സസോ ഡ്യൂട്ടീസോ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? വാല്യൂ സപ്ലൈയിൽ ആഡ് ചെയ്യണം. രണ്ടാമത്തത് ആഡ് എനി എമൗണ്ട് സപ്ലയർ ഈസ് ലയബിൾ ടു പേ. എനി എമൗണ്ട് സപ്ലയർ ഈസ് ലയബിൾ ടു പേ. ചില കേസുകളിൽ ഈ സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ട് സപ്ലയർക്ക് വരുന്ന ബാധ്യത, ചില എക്സ്പെൻസുകൾ ടെമ്പററി ആര് ചെയ്യേണ്ടി വരും? റിസിപ്പിയന്റ് ചെയ്യേണ്ടി വരും.
സപ്ലയറുടെ ബാധ്യത ടെമ്പററി ആര് ഏറ്റെടുക്കേണ്ടി വരും? റിസിപ്പിയന്റ്. അങ്ങനെയുള്ള എമൗണ്ടും ഇതിനോട് കൂട്ടണം, വാല്യൂ ഓഫ് സപ്ലൈയോട് കൂട്ടണം. ഉദാഹരണം നോക്കുക. ഇവിടെ ഒരു ഉദാഹരണം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ രാമൻ സോൾഡ് ഗുഡ്സ് ടു ലക്ഷ്മണൻ. മിസ്റ്റർ രാമൻ സോൾഡ് ഗുഡ്സ് ടു ലക്ഷ്മണൻ for rupees 5 lakhs. As per agreement, Mr. Raman is required to deliver the goods in the premises of Mr. Lakshmanan. Mr. Raman hires transporter for deliver the goods. However, the freight paid by Mr. Lakshmanan rupees 5,000 freight paid. അതായത് മിസ്റ്റർ രാമൻ എന്ന് പറയുന്ന ആള് മിസ്റ്റർ ലക്ഷ്മണന് കുറച്ച് സാധനം വെക്കുകയാണ്. എഗ്രിമെന്റ് എങ്ങനെയാണ്? വിൽക്കുന്ന രാമൻ തന്നെ ലക്ഷ്മണന്റെ പ്രിമൈസസിൽ സാധനം ഡെലിവർ ചെയ്തിരിക്കണം എന്നാണ് കോൺട്രാക്ട് അല്ലെങ്കിൽ അഗ്രിമെന്റ്. അപ്പോൾ ഇത് മിസ്റ്റർ രാമന്റെ ബാധ്യതയാണ്. എന്തെന്ന്? ഈ ഗുഡ്സ് ആരുടെ പ്രിമൈസസിൽ എത്തിക്കുക? ലക്ഷ്മണന്റെ പ്രിമൈസസിൽ എത്തിക്കുക. പക്ഷെ രാമൻ എന്ത് ചെയ്തു? ഒരു ട്രാൻസ്പോർട്ടർ ഹയർ ചെയ്തു. ആ വണ്ടി സാധനം എവിടെ കൊണ്ടെത്തിച്ചു? ലക്ഷ്മണന്റെ പ്രിമൈസസിൽ എത്തിച്ചു. അവിടെ ചാർട്ട് പ്രകാരം ലക്ഷ്മണനോട് ടെമ്പററി ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുക്കാൻ പറഞ്ഞു. ലക്ഷ്മണൻ എന്ത് ചെയ്തു? 5,000 അവിടെ 5,000 ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുത്തു. ഇങ്ങനെയുള്ളത് നോർമലി സപ്ലയർക്ക് അറിവില്ലായ്മ മൂലം എന്ത് ചെയ്യും? അപ്പുറം ലക്ഷ്മണനെ കൊണ്ട് കൊടുപ്പിച്ച എമൗണ്ട് പിന്നെ റീഇംബേഴ്സ്മെന്റ് ആയിട്ട് കാണിക്കും. അതായത് ഈ സെയിൽസിന്റെ അല്ലെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇത് വരികയില്ല. അത് പുറത്തുവിട്ട് എന്ത് ചെയ്തു? ലക്ഷ്മണനെ കൊണ്ട് കൊടുപ്പിച്ചു. അതിനുശേഷം പിന്നെ അത് പൈസ കൊടുത്തിട്ട് തിരിച്ചു കൊടുത്തിട്ട് റീഇംബേഴ്സ് ചെയ്തിട്ട് സെറ്റിൽ ചെയ്യും. ആ ചെലവ് സെറ്റിൽ ചെയ്യും. അങ്ങനെയല്ല വേണ്ടത്. അതുകൂടി എവിടെ കയറി വരണം? നിങ്ങളുടെ വാല്യൂ ഓഫ് സപ്ലൈയുടെ ഭാഗമാണ്. അത് ടോട്ടൽ വാല്യൂയിൽ വരണം. അതിന്റെ മുകളിലാണ് നിങ്ങൾ GST ചാർജ് ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ വാല്യൂ ഓഫ് സപ്ലൈയിൽ പെടുത്തിയിട്ടൊക്കെ എന്തായി? നിങ്ങൾ കണ്ടെത്തിയ വാല്യൂ ഓഫ് സപ്ലൈ തെറ്റാണ്. GST ചാർജ് ചെയ്തത് തെറ്റാണ്. ഗവൺമെന്റിലേക്ക് അടച്ച GST തെറ്റാണ്. വീണ്ടും അതിന് ലെറ്റർ ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന്. അപ്പൊ ശ്രദ്ധിക്കുക. എനി എമൗണ്ട് സപ്ലയർ ഈസ് ലയബിൾ ടു പേ. എനി എമൗണ്ട് സപ്ലയർ ഈസ് ലയബിൾ ടു പേ. ഏതെങ്കിലും ബാധ്യതകൾ സപ്ലയർ നിർവഹിക്കാനുണ്ട് ആ സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ട്. അത് ടെമ്പററി ആരാണ് നിർവഹിക്കുന്നത്? റിസിപ്പിയന്റ് ആണ് ടെമ്പററി കൊടുക്കുന്നത്. ഇവിടെ രാമനാണ് അഗ്രിമെന്റ് പ്രകാരം ഗുഡ്സ് എത്തിക്കാൻ ബാധ്യത ലക്ഷ്മണന്റെ പ്രിമൈസസിൽ. പക്ഷെ എത്തിച്ചതിന്റെ പ്രൈസ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആരാണ് ടെമ്പററി കൊടുക്കുന്നത്? ലക്ഷ്മണൻ തന്നെ. അതിൽ നിന്ന് പക്ഷെ ആരുടെ ബാധ്യതയത്? രാമന്റെ ബാധ്യതയാണ്. അങ്ങനെ ഉള്ള അതായത് എനി എമൗണ്ട് സപ്ലയർ ഈസ് ലയബിൾ ടു പേ. അങ്ങനെ ഒരു ബാധ്യത ഉണ്ടെങ്കിൽ ആ എമൗണ്ട് കൂടി എവിടെ വരേണ്ടതാണ്? വാല്യൂ സപ്ലൈന്റെ കൂടെ വരേണ്ടതാണ്. ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ അധികം ആൾക്ക് വരാൻ ചാൻസസ് ഉണ്ട്. ആ ഭാഗം ശ്രദ്ധിക്കണം. മൂന്നാമത്തത് എനി ഇൻസിഡന്റൽ എക്സ്പെൻസ്. അതായത് അനുബന്ധ ചെലവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അനുബന്ധ ചെലവുകൾ കൂടി അഡീഷണൽ ആയിട്ട് സപ്ലയർക്ക് വന്നു. അത് ആരിൽ നിന്ന് കളക്ട് ചെയ്യാനുണ്ട്? റിസിപ്പിയന്റിൽ നിന്ന് കളക്ട് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്ത് തന്നെ പെടണം. അത് വേറൊരു ട്രാൻസാക്ഷൻ ആയിട്ട് വാങ്ങിക്കാനോ സെറ്റ് ചെയ്യാനോ പാടില്ല. ഇതിൻ്റെ അകത്ത് തന്നെ വരണം. സപ്പോസ് ഇൻസിഡന്റൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുക? അഡീഷണൽ പാക്കിംഗ് ചാർജസ് വരാം. ഓൾറെഡി പാക്ക് ചെയ്ത ഒരു സാധനം അവർ റിക്വസ്റ്റ് ചെയ്യാണ് അങ്ങനെ പാക്കിംഗ് പോരാ, ഒരു പ്രത്യേക രീതിയിൽ അഡീഷണൽ ആയിട്ട് ഒരു പാക്കിംഗ് കൂടി വേണം എന്ന് പറയുമ്പോൾ എന്തായി? സപ്ലയർക്ക് ഒരു അഡീഷണൽ എക്സ്പെൻസ് വരികയാണ്. അപ്പോൾ സപ്ലയർ പറയുന്നത് ഓക്കെ അത് ചെയ്യാം, ഞാൻ നിങ്ങളിൽ നിന്ന് ബില്ലിൽ നിന്ന് അത് സ്പെഷ്യലായിട്ട് ചാർജ് ചെയ്യുന്ന പറയുമ്പോൾ ആ ചാർജ് ചെയ്യുന്ന സാധനം കൂടി ഇവിടെ കാണിക്കണം, അല്ലെങ്കിൽ പുറത്തോടു കൂടി സെറ്റ് ചെയ്ത് പോകാൻ പാടില്ല. അതും എന്തായിട്ട് വരും? വാല്യൂ സപ്ലൈയുടെ ഭാഗമായിട്ട് വരും. ഇനി ഇൻസിഡന്റൽ എക്സ്പെൻസ്, ഇത് പാക്കിംഗ് ചാർജസ് മാത്രമല്ല, കമ്മീഷനോ അതിന്റെ റൂൾ എന്താ പറയുന്നത്? എനി എമൗണ്ട് ചാർജ്ഡ് ബൈ ദ സപ്ലയർ ഫോർ എനിത്തിങ് ഡൺ ഫോർ സപ്ലൈ. എനി എമൗണ്ട് ചാർജ്ഡ് ബൈ ദ സപ്ലയർ ഫോർ എനിത്തിങ് ഡൺ ഫോർ സപ്ലൈ. ആ സപ്ലൈക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് സപ്ലയർക്ക് ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ബിഫോർ ഡെലിവറി ഓഫ് ഗുഡ്സ്, ആ സപ്ലൈയുടെ ഡെലിവറി പോകുന്നതിന് മുമ്പേ എന്തെങ്കിലും ചെലവുകൾ സപ്ലയർക്ക് വന്നിട്ട് അത് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വരും എനി ഇൻസിഡന്റൽ എക്സ്പെൻസ്. മനസ്സിലായല്ലോ?
ഇവിടെ വന്ന് അഡീഷണൽ പാക്കിംഗ് അതുപോലുള്ള കമ്മീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അതും കൂടി ഇതിനോട് ചാർജ് ചെയ്യണം, അഡീഷണൽ സപ്ലൈയോട് കൂട്ടണം. ഫോർത്ത്, ഇൻട്രസ്റ്റ് ഓൺ ലേറ്റ് ഫീ. ഇനി നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിന് ആ നിശ്ചിത പീരീഡിനുള്ളിൽ റിസീപ്പിയന്റ് നിങ്ങൾക്ക് പ്രൈസ് അതിന്റെ കൺസിഡറേഷൻ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചാർജ് ചെയ്യും? ചിലപ്പോൾ ഇൻട്രസ്റ്റോ ലേറ്റ് ഫീയോ ചാർജ് ചെയ്യും. അതുകൂടി വാല്യൂ സപ്ലൈയുടെ ഭാഗമാവുന്നതാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. പിന്നെ ഫിഫ്ത്ത്, സബ്സിഡി ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദ പ്രൈസ് അതർ ദാൻ ഗവൺമെന്റ്. സബ്സിഡി ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദ പ്രൈസ് അതർ ദാൻ ഗവൺമെന്റ്. ഇനി ആ സപ്ലൈയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും സബ്സിഡി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഗവൺമെന്റ് സബ്സിഡി പെടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യണം? അതിനോട് കൂട്ടാൻ. സബ്സിഡി ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദ പ്രൈസ്. ഇനി എന്തെങ്കിലും സബ്സിഡി കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇതിനോട് കൂട്ടണം. ഇത്രയും കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് എവിടെ എത്തുക? ടോട്ടൽ വാല്യൂയിൽ എത്തുക. ഇനി അതിൻ്റെ അകത്തുനിന്ന് സപ്ലയർ കുറക്കാൻ എന്താ ഉള്ളത്? ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ കുറക്കണം. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ കുറക്കണം. ഇവിടെ ഡിസ്കൗണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഡിസ്കൗണ്ട് രണ്ട് തരത്തിലുണ്ട്. ബില്ലിൽ കയ്യോടെ കുറച്ച് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ഉണ്ട്, ബില്ലിലല്ലാതെ ലേറ്റർ പിന്നീട് കുറച്ച് കൊടുക്കുന്ന ഡിസ്കൗണ്ടും ഉണ്ട്. ഉദാഹരണത്തിന് ട്രേഡ് ഡിസ്കൗണ്ട് അങ്ങനത്തെ ഡിസ്കൗണ്ട് ഒന്നും കയ്യോടെ ബില്ലിൽ കുറക്കാൻ കഴിയില്ല. ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് ഒന്നും കയ്യോടെ ബില്ലിൽ കുറക്കാൻ പറ്റില്ല. അത്തരം ഡിസ്കൗണ്ടുകൾ പിന്നീടായിരിക്കും തരിക. അത് ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. അടുത്ത ചാപ്റ്ററിൽ ഡിസ്കൗണ്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ ബില്ലിൽ കയ്യോടെ കുറക്കുന്ന ഡിസ്കൗണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം? അതും കൂടി കുറച്ചിട്ട് വേണം ടോട്ടൽ ട്രാൻസാക്ഷൻ വാല്യൂല് സപ്ലയർ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ട്രാൻസാക്ഷൻ വാല്യൂയുടെ മുകളിലാണ് എന്ത് ചെയ്യേണ്ടത്? CGST, SGST ചാർജ് ചെയ്യേണ്ടത്. ഒന്നുകൂടി നോക്കുക. വാല്യൂഷൻ റൂള് സെക്ഷൻ 15(1) ആദ്യം നിങ്ങളുടെ വാല്യൂ ഓഫ് സപ്ലൈ എഴുതുക, എന്താണോ അതിന്റെ കോസ്റ്റ് എന്ന് വെച്ചാൽ. പിന്നെ അതിനോട് കുറെ കാര്യങ്ങൾ കൂട്ടാനുണ്ട്, കിഴിക്കാനുമുണ്ട്. ഏതെല്ലാം കാര്യങ്ങളാണ് കൂട്ടേണ്ടത് എന്ന് നോക്കുക. GST അല്ലാതെ എന്തെങ്കിലും ടാക്സസോ ഡ്യൂട്ടീസോ സെസ്സോ ഫീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടണം. സെക്കൻഡ്, എനി എമൗണ്ട് സപ്ലയർ ഈസ് ലയബിൾ ടു പേ. സപ്ലയറിലെ ബാധ്യതയിൽ പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂട്ടണം. ഇവിടെ പറഞ്ഞു, നമ്മുടെ ഫ്ലൈറ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞു. തേർഡ്, എനി ഇൻസിഡന്റൽ എക്സ്പെൻസ് അതും കൂടി കൂട്ടണം. ഏതാണ്? പാക്കിംഗ് ചാർജോ അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ എക്സ്പെൻസ് വന്നിട്ട് നമ്മൾ അത് അവരിൽ നിന്ന് ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി കൂട്ടണം. പിന്നെ ഇൻട്രസ്റ്റോ ലേറ്റ് ഫീ ഉണ്ടെങ്കിൽ അതും കൂട്ടണം. പിന്നെ സബ്സിഡി ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദ പ്രൈസ്. ഈ സപ്ലൈ പ്രൈസുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് സബ്സിഡി അല്ലാത്ത എന്തെങ്കിലും സബ്സിഡി ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടണം. ഒരു സപ്ലയർക്ക് അറിയാം, ഒരു സപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ അതിന് എന്തെല്ലാമാണ് അഡീഷണൽ ആയിട്ട് അവർക്ക് എക്സ്പെൻസോ മറ്റുള്ള കാര്യങ്ങളോ വന്നിരിക്കുന്നത്, എന്തെല്ലാമാണ് റിസീപ്പിയന്റിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കേണ്ടത് എന്നൊക്കെ സപ്ലയർക്ക് അറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് അവർക്കൊരു രൂപരേഖ ഉണ്ടാവണം. ഇത് അറിയാത്ത കൊണ്ട് വാല്യൂ സപ്ലൈയിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? വാല്യൂ സപ്ലൈയോട് കൂട്ടണം. വാല്യൂ സപ്ലൈയോട് കൂട്ടണം. ഏത് കിഴിക്കണം? ഡിസ്കൗണ്ട് കിഴിക്കണം. ഇവിടെ ഞാൻ പറയുന്നത് ഏതെങ്കിലും ഡിസ്കൗണ്ട് സപ്ലയർ അപ്പോഴും തന്നെ റിസീപ്പിയന്റിന് ബില്ലിൽ കുറച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് മാത്രമേ ഏതിൻ്റെ അകത്ത് കുറക്കാൻ പാടുള്ളൂ. ഈ ട്രാൻസാക്ഷൻ വാല്യൂന്ന് അപ്പം തന്നെ കുറക്കാൻ പാടുള്ളൂ. ആ കുറച്ചതിന്റെ മുകളിലാണ് നിങ്ങൾ GST, CGST, SGST ചാർജ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളറിയാം, നിങ്ങളെ അറിവില്ലായ്മ മൂലം ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും വിട്ടുപോയി. ഞാൻ ഇപ്പോഴും കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിപ്പം 3 കൊല്ലത്താനായി. ചില ആൾക്കാർ എവിടെ നിന്നൊക്കെ ദൂരത്ത് ബില്ല് വരുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞിട്ട് CGST, SGST കഴിഞ്ഞിട്ട് അതിന്റെ താഴെ ഉണ്ടാവും ലെസ് ഡിസ്കൗണ്ട് എന്ന് എഴുതിയിട്ട് കുറച്ച് കാണിച്ചിട്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ബില്ലിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ GST, SGST ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വരണം. ആ ഡിസ്കൗണ്ട് കിഴിച്ചു കഴിഞ്ഞാലേ നിങ്ങൾ എവിടെ എത്തുന്നുള്ളൂ? ട്രാൻസാക്ഷൻ വാല്യൂയിൽ എത്തുന്നുള്ളൂ, അല്ലെങ്കിൽ വാല്യൂ സപ്ലൈയിൽ എത്തുന്നുള്ളൂ. ആ വാല്യൂ സപ്ലൈന്റെ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂയുടെ മുകളിലാണ് ഏത് വരുന്നത്? GST വരുന്നത്. CGST, SGST ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏതിന്റെ മുകളിലാണ്? ട്രാൻസാക്ഷൻ വാല്യൂയുടെ മുകളിലാണ്. നിങ്ങൾ ഇത് പെടുത്തുന്നില്ല, ഇത് കിഴിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്തു? വാല്യുവേഷൻ റൂൾ തെറ്റിച്ചിട്ടാണ് നിങ്ങൾ സപ്ലൈ വാല്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ട്രാൻസാക്ഷൻ വാല്യൂ തെറ്റാണ്, വാല്യൂ സപ്ലൈ തെറ്റാണ്, നിങ്ങൾ കണ്ടെത്തിയ GST കാൽക്കുലേറ്റ് ചെയ്ത GST തെറ്റാണ്.
കുറെ കഴിയുമ്പോഴെന്തെയും ഡിപ്പാർട്ട്മെന്റ് അതിനെ CA ഓഡിറ്റ് ചെയ്യുന്ന സമയത്തോ ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റിലോ അങ്ങനെ എവിടെയെങ്കിലും പിന്നീട് ഒരു അവസരത്തിൽ നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. ഒരുപാട് പെനാൽറ്റിയും ഇൻട്രസ്റ്റ് ഒക്കെ അടക്കേണ്ടി വരും. അപ്പൊ ഇത് അതിന്റെ ഒരു ബേസ് ആണ്. അതായത് GST തുടങ്ങുന്നത് തന്നെ ഇവിടുന്നാണ്. ട്രാൻസാക്ഷൻ വാല്യൂന്റെ മുകളിലാണ് GST ആരംഭിക്കുന്നത് തന്നെ. അപ്പൊ നിങ്ങൾ ട്രാൻസാക്ഷൻ വാല്യൂ തെറ്റായിട്ട് വാല്യൂഷൻ റൂൾ അപ്ലൈ ചെയ്യാതെ വാല്യൂ ചെയ്യുന്നതാണെങ്കിൽ എന്താവും? GST തെറ്റും. അധികപക്ഷം ഈ തെറ്റൊക്കെ അധികം ആൾക്കും വരാൻ ചാൻസ് ഉള്ളതാണ്. എന്താണ്? പഴയ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യും? സപ്ലയർ എന്ത് ചെയ്യും? വിളിച്ചു പറയും റിസീവന്റോട്, നീ ടെമ്പററി അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഔട്ട് ഓഫ് ദ വേ സെറ്റിൽ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്തു? ഈ റൂള് വയലേറ്റ് ചെയ്തു, വാല്യൂഷൻ റൂൾ വയലേറ്റ് ചെയ്തു. നിങ്ങൾ പിന്നെ ഡിറൈവ് ചെയ്യുന്ന വാല്യൂ സപ്ലൈ എന്തായി? തെറ്റായി, കുറഞ്ഞു പോയി. എന്ത് വന്നിട്ടില്ല? വാല്യൂ സപ്ലൈയോട് ഈ ഫ്രൈറ്റ് ചാർജസ് ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ വാല്യൂ സപ്ലൈ തെറ്റി, വാല്യൂഷൻ തെറ്റി, GST തെറ്റി, ഗവൺമെന്റ് അടച്ച എമൗണ്ടും തെറ്റി. അപ്പൊ ശ്രദ്ധിക്കുക, ഇനി തൊട്ടിട്ട് ഇതിനെപ്പറ്റി ബഹുഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം. എന്നാൽ പുതിയ ആൾക്കാരുടെ ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്, എൻ്റെ ഈ ക്ലാസ്സിന്റെ തന്നെ ഒരുപാട് വ്യൂവേഴ്സ് പ്രവാസികളാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ അടുത്ത കാലത്തായിട്ട് അവർ നാട്ടിലേക്ക് വരുന്നുണ്ട്. വലിയൊരു സപ്പോർട്ട്. അവർ അക്കൗണ്ട്സിലുണ്ടായി ഇവിടുന്ന് പോയി തിരിച്ചു പോയ പ്രവാസികൾ തിരിച്ച് നാട്ടിലേക്ക് വരാൻ പോവുകയാണ്. ഇപ്പൊ GST അവരെ സംബന്ധിച്ചുള്ള ഒരു പുതിയ കൺസെപ്റ്റാണ്. പല ആളും GST നിലവിൽ വരുന്നതിന് മുമ്പേ ഇവിടുന്ന് വിട്ട് പുറത്തേക്ക് പോയ ആൾക്കാരാണ്. അപ്പൊ അവർ GST പഠിക്കാൻ വളരെ ഈഗറാണ്. എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബേഴ്സിൽ കുറെ ഭാഗം പ്രവാസികളാണ്. അപ്പൊ അവരൊക്കെ ഫസ്റ്റ് ടൈം കേൾക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് കുറച്ചും കൂടി വിശദമായിട്ട് പറഞ്ഞത്. അപ്പൊ വാല്യൂ സപ്ലൈ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നോർമലി ഉള്ള ലാംഗ്വേജ് എന്താണ്? ഒരു റിസീപ്പിയന്റ് സപ്ലയർക്ക് കൺസിഡറേഷൻ കൊടുക്കുന്നത്, ആ സപ്ലൈക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന കൺസിഡറേഷനെയാണ് എന്ത് പറയുന്നത്? വാല്യൂ സപ്ലൈ എന്ന് പറയുന്നത്. സിമ്പിൾ ലാംഗ്വേജിൽ, ലളിതമായ ഭാഷയിൽ. പക്ഷെ സപ്ലയർ ചില കാര്യങ്ങൾ അതിനോട് കൂട്ടാനുണ്ട്. ഈ നമ്മൾ പറഞ്ഞ 5-6 കാര്യങ്ങൾ അതിനോട് കൂട്ടാനുണ്ട്. ഡിസ്കൗണ്ട് അതിനകത്ത് കുറക്കാനുണ്ട്. ഡിസ്കൗണ്ട് ഏതാണ്? ബില്ലിൽ കൈയോടെ കിഴിച്ചു കൊടുക്കുന്ന ഡിസ്കൗണ്ട് മാത്രമേ കുറക്കാൻ പറ്റൂ. മറ്റുള്ള, അതായത് കൈയോടെ ബില്ലിൽ കുറക്കാത്ത ഡിസ്കൗണ്ടുകൾ ചില റൂള് പ്രകാരം കുറക്കാൻ പറ്റൂ. അത് അടുത്ത ക്ലാസ്സിൽ എത്ര ഡിസ്കൗണ്ടുകളാണ് നിങ്ങൾക്ക് വാല്യൂ സപ്ലൈ കുറക്കാൻ പറ്റുക എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി വിശദമായിട്ട് പഠിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? വാല്യൂ സപ്ലൈ എടുക്കുക, അതിനോട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുക. എന്ത് ലെസ് ചെയ്യേണ്ടത്? ഡിസ്കൗണ്ട് ആണ് ലെസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾ ട്രാൻസാക്ഷൻ വാല്യൂ എത്തുക. അതിലാണ് നിങ്ങൾ GST ചാർജ് ചെയ്യേണ്ടത്. അതായത് കസ്റ്റമറിൽ നിന്ന് ബില്ലിന്റെ മുകളിൽ കളക്ട് ചെയ്യേണ്ടത്. അത്തരം വാല്യൂഷൻ റൂൾ പ്രകാരം, ഈ പറഞ്ഞ വാല്യൂഷൻ റൂൾ പ്രകാരം വാല്യൂ ചെയ്ത ട്രാൻസാക്ഷൻ വാല്യൂന്റെ മുകളിലാണ് നിങ്ങൾ കസ്റ്റമറിൽ നിന്ന് GST കളക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയല്ല നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റി, GST തെറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീഡിയോയുടെ താഴെ കമന്റ് ബോക്സ് ഉണ്ട്. ആ കമന്റ് ബോക്സിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി ചോദിക്കാം. ഓക്കെ, കാണാൻ മറക്കരുത്. ഇതിനു മുമ്പുള്ളതും, അതായത് ഇത് 6th പാർട്ടാണ്. 5th വരെയുള്ളത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഈ 6ന്റെ തന്നെ ഒരു ഭാഗമാണ് 7ാമത്തെ ഇതിലും വരുന്നത്. ഞാനിപ്പം പറഞ്ഞ പോലെ തന്നെ ഡിസ്കൗണ്ടിന്റെ പാർട്ട്. അപ്പൊ എല്ലാം തുടർച്ചയായി തന്നെ കാണുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.